ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അതിർത്തി പ്രദേശത്തുള്ളവർ മാത്രമല്ല എല്ലാവരും ഒരു യുദ്ധഭീതിയിലാണെന്ന് തന്നെ പറയാം. ഈ അവസരത്തിൽ യുദ്ധഭൂമിയിൽ നിർണായകമായ ഒരു ഇടപെടലിനായി ഒരുങ്ങുകയാണ് DRDO എന്ന ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. സൈനികരുടെ അപകട സാധ്യത കുറയ്ക്കാൻ മനുഷ്യ റോബോട്ടുകളെ തയ്യാറാക്കുകയാണ് DRDOയിലെ നമ്മുടെ സയൻറ്റിസ്റ്റുകൾ. സംഘർഷ മേഖലകളിൽ സൈനിക നടപടികളുടെ മുൻനിരയിൽ ഈ റോബോട്ടുകളെ നിർത്താൻ ആകുമെന്ന് DRDO അധികൃതർ പറയുന്നുണ്ട്. DRDOക്ക് കീഴിലുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലാബിലാണ് ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ പുരോഗമിക്കുന്നത്. സ്ഫോടനം പോലെ ഉയർന്ന അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മനുഷ്യരുടെ ഉത്തരവുകൾക്കനുസരിച്ച് പ്രവർത്തിക്കാവുന്ന യന്ത്ര സംവിധാനമാണ് ഇവർ ഇപ്പോൾ വികസിപ്പിക്കുന്നത്. 4 വർഷമായി ഈ പ്രൊജക്റ്റിനായി പ്രവർത്തിക്കുകയാണെന്ന് സെൻറ്റർ ഫോർ സിസ്റ്റംസ് ആൻഡ് ടെക്നോളജീസ് ഫോർ അഡ്വാൻസ് റോബോട്ടിക്സ് ഗ്രൂപ്പ് ഡയറക്ടർ SC തലോൾ PTIയോട് പറയുന്നു. എല്ലാത്തരം പരീക്ഷണങ്ങളും വിജയകരമായിരുന്നുവെന്നും കാടുകൾ പോലെ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിലും ഹ്യൂമനോയിഡുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നു. ഓപ്പറേറ്റ് ചെയ്യുന്ന ആളിൻ്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാനും അതെല്ലാം അതേപോലെ നടപ്പിലാക്കാനുമുള്ള റോബോട്ടിൻ്റെ കഴിവ് മെച്ചപ്പെടുത്തുന്നതിനുള്ള പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ പേശികളെപ്പോലെ ചലിക്കുന്ന ആക്യുവേറ്ററുകൾ, എവിടെ നിന്നും തത്സമയം ഡാറ്റ ശേഖരിക്കുന്ന സെൻസറുകൾ, ലഭ്യമായ വിവരങ്ങൾക്കനുസരിച്ച് പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്ന കൺട്രോളിംഗ് സിസ്റ്റം എന്നീ 3 ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഒരു ഹ്യൂമനോയിഡ് വർക്ക് ചെയ്യുന്നത്. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പൊതുവെ ഭാരം കുറഞ്ഞ കൈകളാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈനുകൾ, സ്ഫോടക വസ്തുക്കൾ, ദ്രാവകങ്ങൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നതിൽ ഇത് കൂടുതൽ ഫലപ്രദമായിരിക്കും. ഹ്യൂമനോയിഡുള്ള സിസ്റ്റം രാത്രിയോ പകലോ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്ന തരത്തിലാണ് ഉള്ളത്. വെല്ലുവിളികൾ നിറഞ്ഞ അപകട സാധ്യതകൾ കൂടുതലുള്ള പരിസ്ഥിതികളിൽ സ്വയം നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യും. തത്സമയ മാപ്പ് ജനറേഷൻ, ഓട്ടോണമസ് നാവിഗേഷൻ, പാത്ത് പ്ലാനിംഗ് എന്നിവയും ഈ ഹ്യൂമനോയിഡുകളുടെ ഒരു പ്രത്യേകതയാണ്. ഹ്യൂമനോയിഡ് എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനുമായി സാമ്യമുള്ള, മനുഷ്യരോട് ഇടപഴകുന്ന, മനുഷ്യരെപ്പോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള റോബോട്ടുകളെ തന്നെയാണ്. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്രിമമായി നിർമ്മിച്ച മനുഷ്യനെ റോബോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ചെക്കോസ്ലോവാക്യൻ നാടകകൃത്തായ കാരൽ കാപ്പക്കാണ്. 1920 പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിലാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. റോസംസ് യൂണിവേഴ്സൽ റോബോട്ട്സ് എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര്. കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി റോബോട്ടിക് സാങ്കേതികവിദ്യയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യൻ്റെ ചലനത്തെയും ചിന്തകളെയും അനുകരിക്കാനും പരിസ്ഥിതിയുമായി ഇടപഴകാനുമുള്ള അവരുടെ കഴിവുമാണ് പുതിയ ഹ്യൂമനോയിഡുകളെ ഇപ്പോൾ അത്ഭുതമാക്കി മാറ്റുന്നത്. സോഫിയ, അറ്റ്ലസ്, അമേക്ക, പെപ്പർ, നാവോ, ടെസ്ലയുടെ ഒപ്റ്റിമസ് ജെൻ 2 തുടങ്ങി അത്യാധുനിക ഹ്യൂമനോയിഡ് റോബോട്ടുകൾ നിരവധിയുണ്ട്. നമ്മൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമയിൽ കണ്ട കുഞ്ഞൻ റോബോട്ടും അതുപോലത്തെ ഒന്നാണ്. അത് സിനിമയിൽ മാത്രമല്ല, ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളിലും ഇത്തരം റോബോട്ടുകൾ പ്രായമായവരെ പരിചരിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. യുദ്ധരംഗത്തുനിന്നല്ല, എല്ലാ രംഗത്തും ഇനി ശോഭിക്കാൻ പോകുന്നതും അവയായിരിക്കും.